കഴിഞ്ഞ 2 മാസത്തിനിടെ കേരളത്തിൽ നടന്നത് 63 കൊലപാതകങ്ങളാണ്. ഇതിൽ 48 കൊലപാതകങ്ങളും നടക്കുന്നത് വീടുകളിലും ഉറ്റവർക്കിടയിലുമാണ്. 45 കൊലപാതകങ്ങളിലും ലഹരിയുടെ ഉപയോഗമാണ് വില്ലനായി വരുന്നത്. 2025 മാത്രം ഇതുവരെയുണ്ടായ കുറ്റകൃത്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ 25% സംഭവിക്കുന്നത് ലഹരിയുടെ ഉപയോഗം മൂലമാണ്. സഹപാഠിയുടെ തല തല്ലിപ്പൊളിക്കാനും അവരെ വകവരുത്താനും ഒരു വിദ്യാർത്ഥിക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. കാര്യമന്വേഷിച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത്. ലഹരിക്ക് പുറമെ വിദ്യാർത്ഥികളുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടാകുന്നു. അവരെ സ്വാധീനിക്കുന്ന കാര്യത്തിൽ വ്യത്യസ്തതകൾ ഉണ്ടാകുന്നു. മുൻ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കാതെ തന്നെ ലഭിച്ച അനുഭവ മൂല്യങ്ങൾ ഈ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാലയങ്ങളിൽ ഒരു വിഷയമാക്കി അവതരിപ്പിച്ച് പഠിപ്പിക്കേണ്ട സാഹചര്യമാണോ നിലവിലുള്ളത്? കുട്ടികൾക്കിടയിലെ തല്ലിത്തീർക്കലുകളുടെ അപകടം എന്തുകൊണ്ടാണ് ഇങ്ങനെ വർദ്ധിച്ചത്? സമൂഹ മാധ്യമങ്ങളുടെ അമിത ഉപയോഗവും അക്രമാസക്തമായിട്ടുള്ള ചുറ്റുപാടുകളും ലഹരിയും കുട്ടികളെ കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. എന്നാൽ ഇതിന് സാഹചര്യമൊരുക്കുന്ന സമൂഹത്തിന് കുട്ടികളെ മാത്രം ഏകപക്ഷീയമായി കുറ്റപ്പെടുത്താനും സാധിക്കില്ല. 2K കിഡ്സ് എന്ന് പേരിട്ട് വിളിക്കുന്ന നിലവിലെ വിദ്യാർത്ഥി സമൂഹം പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളിലെ മാറ്റങ്ങൾക്കനുസൃതമായിട്ടുള്ള ഒരു പരിസ്ഥിതി ഓൾഡ് ജനറേഷൻ ഇതുവരെയും ഒരുക്കി തന്നിട്ടില്ല. വിദ്യാഭ്യാസ രീതിയും സമ്പ്രദായവും സിസ്റ്റവും എന്തുകൊണ്ടാണ് ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നത് എന്നാണ് അവരിലെ ഒരു വിഭാഗം ചോദിക്കുന്നത്. 90s-ലും 80s-ലും 2000-ന്റെ തുടക്കത്തിലും അതിനുശേഷവും സ്കൂൾ കാലഘട്ടവും മറ്റും പൂർത്തിയാക്കിയ ഞങ്ങൾ മനസ്സിലാക്കിയ വിവേകം നിങ്ങൾക്കില്ലാതെ പോയത് എന്താണെന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ജനറേഷനിലെ വിഭാഗവും കുട്ടികളോട് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിനെല്ലാം കാരണക്കാർ ആരാണ്? ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ സംവിധാനം ഉൾപ്പെടെയുള്ളവർക്കെല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കുട്ടികളെ സ്നേഹിക്കാനും ശാസിക്കാനുമുള്ള സ്വാതന്ത്ര്യം അധ്യാപകർക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ചില അധ്യാപകരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. കുട്ടികളുടെ സ്വാതന്ത്ര്യത്തിൽ ഞങ്ങൾ അമിതമായി ഇടപെടുന്നുണ്ടോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ രക്ഷിതാക്കൾക്കുമുണ്ട്. ഇത്തരം സന്ദർഭങ്ങളോട് വൈകാരികമായി പെരുമാറുന്ന കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. ഉപദേശങ്ങളെ തന്തവൈബായും ശാസനകളെ വ്യക്തിസ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമായിട്ടുമാണ് ചിലർ കാണുന്നത്. കുട്ടികളിൽ അത് പ്രശ്നമുണ്ടാക്കുമെന്ന് കരുതി തിരുത്തേണ്ട ഘട്ടങ്ങളിൽ അവഗണിക്കാറാണ് പതിവ് എന്നാണ് അധ്യാപകരും പറയുന്നത്. സ്കൂളും ട്യൂഷനും കഴിഞ്ഞ് വീട്ടിലെത്തുന്ന കുട്ടികൾക്ക് ജോലിയുള്ള അച്ഛനമ്മമാരെ കിട്ടാനില്ല. അവരോടൊന്നിച്ചുള്ള സംസാരങ്ങൾ കുറയുന്നു. അപ്പോൾ അവർക്ക് ആശ്വാസമാകുന്നത് മൊബൈൽ ഫോൺ മാത്രമാകുന്നു. രക്ഷിതാക്കളുടെ കാര്യത്തിലും ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് അവസ്ഥ. കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കലോ ട്രിപ്പിന് കൊണ്ടുപോകലോ അല്ല, അവർക്കൊപ്പം ഗുണപ്രദമായി സമയം ചെലവഴിച്ച് എന്തും തുറന്നു പറയാനുള്ള ആത്മവിശ്വാസം അവരിൽ ഉണ്ടാക്കാൻ കൂടി രക്ഷിതാക്കൾക്ക് കഴിയണം.